ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾ ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു 3 പട്ടണത്തെക്കുറിച്ചാണ് ഇന്നത്തെ സന്ദേശം ഞാൻ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1 നയിം പട്ടണം, 2 സോദോം ഗോമോറ പട്ടണം, 3 നിനവെ പട്ടണം. ഇവിടെ ഒരു വലിയ വിഷയമാണ് വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. നയിം പട്ടണത്തിലെ വിഷയമെന്ന് പറയുന്നത് ഒരു വിധവയുടെ കരച്ചിലാണ്. അവിടെ പുരുഷാരവുമുണ്ട്. യേശു മഞ്ചത്തിൽ തൊട്ടപ്പോൾ മരിച്ചുപോയ ആ ബാലൻ ഇരുന്ന് സംസാരിക്കുവാനിടയായി തീർന്നു. അത് പുരുഷാരത്തിൻ്റെ ഒരു സാക്ഷ്യം അവിടെ ഉണ്ട്. പലരും കണ്ട് ഈ രംഗം എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ അത്ഭുതമാണ് യേശു ക്രിസ്തു അവിടെ ചെയ്തത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവം മുൻനിർണയപ്രകാരം തന്നെ ദൈവം എല്ലാം ചെയ്യുന്നു. സ്തോത്രം. 2 സോദോം ഗോമോറ എന്ന് പറയുന്ന പട്ടണത്തിൽ ജനം ആബാലവൃതം പാപത്തിൻ്റെ ഫലം കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. അത് പ്രകൃതി വിരുദ്ധമായ പാപപ്രവൃത്തികളാണ് അന്ന് അവിടെ നടന്നത്. എന്നാൽ ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. അതുപോലെ സംഭവിച്ചു. തീയിട്ടാണ് സോദോം ഗോമോറ ദൈവം നശിപ്പിച്ചത്. ആ പട്ടണത്തിലുള്ളതായ ആബാലവൃത ജനം വെന്തു മരിച്ചു എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 നിനവേലെ സംഭവമാണ്. അവിടെ ജനം ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ പാപത്തിൻ്റെ പങ്കിലമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ യോനാ പ്രവാചകനെ അവിടെ അയച്ചു, സന്ദേശം അറിയിച്ചു. അവർ ഏറ്റെടുത്തു. രട്ടിലും വെണ്ണൂറിലും ഇരുന്നു അവർ ദൈവത്തെ സ്തുതിച്ച് പൂഴിമണ്ണ് വാരി എറിഞ്ഞ് അവർ പശ്ചാത്താപിച്ചു. ഈ സന്ദേശം കേട്ട് ദൈവഭാഗത്തിലേക്ക് അവർ അടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു ദൂതത്തിലുള്ള പറയുന്നത് പ്രവാചകന്മാർ പറയുന്നത് അതുപോലെ സംഭവിക്കും. അതായത് പ്രവചന ആത്മാവുള്ള ഒരു വ്യക്തി ആലോചന പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നോടും നിന്നോടുമുള്ള ദൈവത്തിൻ്റെ ആലോചന, പ്രവാചകൻ്റെ ആത്മാവിൻ്റെ ആലോചന ദൈവം അത് നിറവേറ്റി കൊടുക്കുന്നതാണ്. ജീവിത മേഖലകളിൽ ദൈവത്തിൻ്റെ ശക്തമായ ആലോചന, അതാണ് യോനാ പ്രവാചകൻ്റെ ആ ശുശ്രൂഷയിൽ ജനം ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വിടുതൽ അവിടെ നടന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവ സന്ദേശം കേട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴോ ദൈവിക വിടുതലുകളെ അനുഭവിപ്പാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവം തൻ്റെ വചനം അയച്ച് വിടുവിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, ഏറ്റെടുക്കുന്ന ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ ആത്മീയമായ പ്രക്രിയ, അത്ഭുതം നടക്കുന്നത്. ദൈവവ്യവസ്ഥയുടെ ആരംഭങ്ങൾ കുറിക്കുന്നത് ദൈവമാണ്. ദൈവം ഒന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം, ഞാൻ നിന്നെ ബഹുസമ്പന്നനാക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ മണത്തരികൾ പോലെ സന്താനങ്ങളെ ഉളവാക്കി കൊടുക്കാമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ദൈവം ആ വാഗ്ദത്തങ്ങളുടെ വാക്കുകൾ
നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഭൂമി വന്നത് പാപപരിഹാരത്തിന് വേണ്ടിയാണ്. യേശു പറഞ്ഞു, പ്രൈസലോ, അതായത് പ്രൈസലാമേ, ഞാൻ സ്വന്തമായി വന്നതല്ല, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു കൈക്കൊണ്ടില്ല, എന്നാൽ എന്നെ കൈക്കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. മാത്രമല്ല, സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഈ സ്നാപക യോഹന്നാൻ യേശു ജനിക്കുന്നതിൻ്റെ 6 മാസം മുമ്പാണ് ജനിച്ചത്. പക്ഷേ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് ആരാണ്? ഈ സ്നാപക യോഹന്നാനാണ്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നത് കാൽവറിയിൽ യാഗമാകുമ്പോൾ ഈ യാഗത്തിൽ മനുഷ്യൻ വിശ്വസിക്കുമ്പോഴും പാപപരിഹാരം ഉണ്ടാകുന്നു. ഇതും ഒരു പ്രവചന ആത്മാവിൻ്റെ വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളൊക്കെ സത്യമാണെന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കാണ് ദൈവിക വിടുതലുകൾ അനുഭവിപ്പാനിടയായിത്തീരുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനം, യേശു പറഞ്ഞിരിക്കുന്ന വചനം ഒക്കെ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു. പ്രവചന ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നത് അതുപോലെ സംഭവിക്കും. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രൈസലാമേ, സ്തോത്രം. ആകാശം മാറും, ഭൂതലം മാറും, ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റം ഉണ്ടാകില്ല എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ വചനങ്ങളും ദൈവാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവ ആത്മാ നിയോഗപ്രകാരം എഴുതിയതാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാടുമുള്ള വചനം വരെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം എഴുതിയതാണ്. മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ, മനുഷ്യൻ്റെ സ്വന്തം അറിവ് കൊണ്ടോ, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും രേഖപ്പെടുത്തിയതല്ല, അല്ലെങ്കിൽ എഴുതിയതല്ല. ഇത് പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടാണ് എഴുതിപ്പിച്ചത്. ചുരുക്കം പറഞ്ഞ പരിശുദ്ധാത്മാവാണ് എഴുതിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന കൈ ഒപ്പുകളാണ് തിരുവചനം എന്ന് പറയുന്നത്. അത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. എന്നിലും നിന്നിലും ദൈവാത്മാവ് ഇടപെടുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് വിടുതൽ നൽകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, സോദോം ഗോമോറയിൽ ദൈവം ലോത്തിൻ്റെ ഭാര്യ അവിടെ താമസിച്ചിരുന്നു. ദൈവ ആലോചന കൊടുത്തു, നിങ്ങൾ ഈ പട്ടണം വിട്ട് പോകണമെന്ന്. അവർ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുപോലെ പ്രൈസലാമേ, ഹല്ലേലൂയ, നിനവേൽ അവർ ആ ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ട് അവർ രക്ഷ പ്രാപിച്ചു. വലിയൊരു രക്ഷയാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രൈസലാ, ഈ 3 പട്ടണത്തിൽ നടന്നതായ വ്യവസ്ഥയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരു പട്ടണത്തിൽ ന്യായം വിധിച്ചപ്പോൾ ഒരു പട്ടണത്തിൽ രക്ഷ കൊടുക്കുന്നു യേശു ക്രിസ്തു. അതായത് മരിച്ചവൻ ഉയർക്കുന്നു. ഒരു പട്ടണത്തിൽ പ്രൈസലാമേ രക്ഷ ഒരുക്കി കൊടുക്കുന്നു. പ്രൈസലാമേ, ഹല്ലേലൂയ, അതായത് നിനവേ പട്ടണത്തിൽ, സ്തോത്രം, അവിടെ ദൈവം രക്ഷ ഒരുക്കി കൊടുക്കുകയാണ്. 1, സോദോം ഗോമോറ നശിക്കുമ്പോൾ 2, നിനവേ രക്ഷ കൊടുക്കുന്നു. 3, യേശുക്രിസ്തു നൈം പട്ടണത്തിൽ മരിച്ച പോയ ഒരു ബാലനെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്നു. ഈ ആധുനിക ലോകത്തിൽ മനുഷ്യനെ വേണ്ട ആലോചനകൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പിശാച് നടമാടുമ്പോൾ, പിശാച് പല പദ്ധതികൾ ഒരുക്കുമ്പോൾ ജയം നൽകുക ഒരുവന് മാത്രമേ കഴിയും, നസ്തറനായ യേശു ക്രിസ്തുവിന്. അതുകൊണ്ട് ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ വിടുവിക്കുന്ന ദൈവമാണ്, ശക്തീകരിക്കുന്ന ദൈവമാണ്, ന്യായവിധിയിൽ വിടുവിക്കുന്ന ദൈവമാണ്, നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ്റെ കരുണയുടെ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഞാൻ ഈ സന്ദേശം ഇവിടെ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.